അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലൈക ബിൽ വറഅ ലാ തക്ദിബ്. മോനെ, നുണ പറയരുത്. നല്ല സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തണം. എത്ര വലിയ പ്രാരാബ്ധങ്ങൾ പ്രയാസങ്ങൾ വന്നാലും ഇതുവരെ നിഷ്കർഷിച്ചു പോന്ന ജീവിത വിശുദ്ധി ഒരിക്കലും കൈവിടരുത് എന്നിങ്ങനെ തുടങ്ങി വല്യപ്പയാകുന്ന അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു മകൾക്ക് കൊടുത്ത അതേ നിർദ്ദേശങ്ങൾ ഫാത്തിമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മകനോടും പറയുകയാണ്. അങ്ങനെ ഉപദേശങ്ങളും വസിയത്തുകളും ഒക്കെ കൊടുത്തതിന് ശേഷം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ ബഗ്ദാദിലേക്ക് യാത്രയാക്കുകയാണ്. അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുന്ന മക്കളോട്, നീ പോയാൽ ഉമ്മാക്ക് ആരാ ഉണ്ടാവുക? ഞാൻ ഒറ്റക്കല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. എനിക്ക് കുട്ടീനെ പിരിഞ്ഞിരിക്കാൻ പറ്റൂല, കുട്ടിക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവനെ അറിവിന് പറഞ്ഞയക്കുന്നില്ല, ദർസിലേക്ക് അയക്കുന്നില്ല, കോളേജിലേക്ക് അയക്കുന്നില്ല. അവൻ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് പറയുന്ന ചില ഉമ്മമാരുണ്ട്. അവർക്ക് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വലിയ ഒരു മാതൃകയാണ്. മകനെ പറഞ്ഞയക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് വരണമെന്നല്ല പറയുന്നത്, ഒരാഴ്ച കഴിഞ്ഞ് വരണമെന്നല്ല പറയുന്നത്, ഒരു കൊല്ലത്തിലെങ്കിലും നീ ഒന്ന് എന്നെ കാണാൻ വരണമെന്നല്ല പറയുന്നത്. മറിച്ച് ഫഹാദ വജ്ഹുൻ ലാ ഉറാഹു ഇലാ യൗമിൽ ഖിയാമ. മോനെ, ഖിയാമത്ത് നാൾ വരെ ഇനി പരസ്പരം നമ്മൾ കണ്ടുമുട്ടിയില്ലെന്ന് വരാം, പക്ഷേ അറിവ് ഉപേക്ഷിക്കരുത്. അറിവിൻ്റെ വഴിയിലേക്ക് നീ പ്രവേശിക്കുക. അലൈക ബിൽ വറഅ, സൂക്ഷ്മത പുലർത്തുക. ലാ തക്ദിബ്, ഒരാളോടും ഒരു വസ്തുവിനും ഒരു കാര്യത്തിലും കളവ് പറയരുത്. എന്തൊരു നല്ല വസിയത്താണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ യാത്ര തുടങ്ങി. ഇറാഖിലേക്കുള്ള യാത്രാമധ്യേ കൊള്ളസംഘം അവരെ തടഞ്ഞു നിർത്തി. അവരുടെ കൂടെയുള്ള എല്ലാവരെയും പരിശോധിച്ചു, സാധനങ്ങളെല്ലാം പിടിച്ചെടുത്തു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ കയ്യിലുള്ളത്? ചെറിയ കുഞ്ഞു മോനാണ്, ഒന്നും ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം. പരിശോധിച്ചപ്പോഴും അവൻ്റെ കയ്യിൽ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ മോൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ 40 സ്വർണ്ണ നാണയങ്ങൾ തുന്നിപ്പിടിപ്പിച്ചിരുന്നു. ആരും കാണാത്ത രീതിയിൽ, അത്രയും സൂക്ഷ്മമായ രീതിയിലായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ കോട്ടിനുള്ളിൽ 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്. കൊള്ളത്തലവൻ്റെ അടുത്തെത്തി അവർ പരിശോധിച്ചു, ശരിയാണ്, 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്. കുട്ടിയോട് ചോദിച്ചു, മോനെ, എന്താണിത്? നീ കളവ് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നല്ലോ. നിന്നെ വിടാൻ സമയത്ത് വെറുതെ ഒന്ന് ചോദിച്ചതാണല്ലോ. നീ എന്താ സത്യം പറയാൻ കാരണം? മോൻ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ ഈ യാത്ര അയക്കുന്ന സമയത്ത്, ഇവരെ കൂടെ പറഞ്ഞയക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്ത ഒരു വസിയത്ത്, ലാ തക്ദിബ്, ഒരിക്കലും കളവ് പറയരുത്, ഒരിക്കലും സത്യവിശ്വാസി കളവ് പറയില്ല എന്ന് പറഞ്ഞയച്ചതാണ്. പിന്നെ ഉമ്മാൻ്റെ വസിയത്ത് ഞാൻ എങ്ങനെ തെറ്റിക്കും? ആ കൊള്ളത്തലവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു മുറിവ് ഏൽപ്പിക്കാൻ ആ വാക്കിന് സാധിച്ചു. ആ തലവൻ ചിന്തിക്കുകയാണ്, റബ്ബേ, ഞാൻ ഇത്ര കാലം എത്ര വലിയ അധമ സഞ്ചാരിയായിരുന്നു, എത്ര വലിയ അക്രമിയാണ്, ആരെയൊക്കെ കൊള്ള നടത്തിയിട്ടുണ്ട്, നുണയല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എത്ര വലിയ വഞ്ചകനാണ് ഞാൻ. ഇത്രയും കാലം ജീവിതവും ആയുസ്സും എല്ലാം തന്ന റബ്ബിനോട് നന്ദി ചെയ്യാതെ ധിക്കരിച്ചുകൊണ്ട് നടന്നു അള്ളാഹുവിന് എതിര് മാത്രം ചെയ്ത ഞാൻ, വെറും 10-18 വയസ്സുള്ള ഈ കുട്ടി എത്ര സത്യസന്ധനാണ്. അദ്ദേഹം പിന്നീട് നന്നാവുകയും വിലായത്തിൻ്റെ മർത്തബയുള്ള നല്ല ഒരു വലിയായി മാറുകയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബഗ്ദാദിലെത്തി. ആ സമയത്ത് കയ്യിലുള്ളത് ഉമ്മ തന്നുവിട്ട 40 ദീനാറാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ദീനാറുകൾ തീർന്നുപോയി. ഇനി എന്തു ചെയ്യും? ദർസിൻ്റെ ഇടവേളകളിൽ അല്പസ്വല്പ സമയങ്ങൾ കിട്ടുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു ജീവിതോപാധി കണ്ടെത്തി ഭക്ഷണത്തിന് മാത്രമുള്ള വക എവിടെ നിന്നെങ്കിലും സ്വരൂപിച്ചു. കുറച്ചുകൂടെ പഠനം മുന്നോട്ട് പോയപ്പോൾ ഹറാമും ഹലാലും വേർതിരിയാൻ കഴിയാത്ത രീതിയിൽ ആളുകളുടെ സമ്പത്ത് ഹറാമിലേക്ക് അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. മഹാനായ ഷെയ്ഖ് അവറുകൾ പറയാണ്, പിന്നീടുള്ള കാലം കുന്തു അഖ്താത്തുൻ ബി ഖർനൂബി ഷൗക്കി വ ഖമാമത്തുൽ ബഖ്ലി
വറഖിൽ ഖസ്സി മിൻ ജാനിബിൻ നഹ്ർ. ബഗ്ദാദിലെ പുഴവക്കുകളിലുള്ള കൊഴിഞ്ഞു വീണ ഹസ്സിൻ്റെ ഇലകൾ, അതുപോലെ മുൾച്ചെടികളുടെ ബാക്കി, ഇതൊക്കെ സ്വരൂപിച്ചുകൊണ്ട്, അതുപോലെ ആളുകൾ ഉപേക്ഷിച്ച അവരുടെ അവശിഷ്ടങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി. ഒരു ദിവസം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സാധാരണ ഭക്ഷിക്കാറുള്ള ആ ഇലകളൊക്കെ ആളുകൾ എടുത്ത് ഭക്ഷിച്ചിരിക്കുന്നു. എന്തു ചെയ്യും? വിശപ്പാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല, വളരെയധികം വിശപ്പുണ്ട്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. അവസാനം ഒരു പള്ളിയിലേക്ക് ഞാൻ കയറി. അവിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനായ വ്യക്തി കടന്നു വന്നു. അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല സ്വാദിഷ്ടമായ റൊട്ടിയുണ്ട്, അതുപോലെ തന്നെ നല്ല ചുട്ടെടുത്ത മത്സ്യവുമുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടി അദ്ദേഹം ഇങ്ങനെ വായയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് ഞാൻ അപ്പുറത്ത് നിന്ന് കണ്ടു. ആ സമയത്ത് എൻ്റെ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വായയിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം കാണുമ്പോൾ ഞാൻ അറിയാതെ വാവിളച്ചുപോയി. ഇത് കണ്ട് അദ്ദേഹം എന്നെ സഹായിച്ചു, സ്വല്പം തന്നു. ഞാൻ ആദ്യമൊന്ന് കഴിച്ചു, പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഹലാലാണോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഹലാലല്ലെങ്കിൽ പിന്നെ ലോകത്ത് ഹലാൽ വേറെ കിട്ടൂല. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഇറാനിലെ ജീലാനിൽ നിന്ന് വരികയാണ്. അവിടെ ഫാത്തിമ ഉമ്മുൽ ഖൈർ എന്ന് പറയുന്ന വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീ, ഒരു വലിയ മഹദിയുണ്ട്. അവർ തന്നയച്ച 8 ദീനാറിന് അല്പമെടുത്ത് വാങ്ങിയതാണിത്. അവർ വളരെ സൂക്ഷ്മശാലിയാണ്. ഈ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുമായി സംസാരിച്ചു, മനസ്സിലാക്കി ഈ ഫാത്തിമ ഉമ്മുൽ ഖൈർ എന്ന് പറയുന്നത് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ തന്നെയാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തയച്ച 8 ദീനാറ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി ധാരാളം ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെയാണ് യാദൃശ്ചികമായി ഇവർ കണ്ടുമുട്ടുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം തേടി വന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ പെടുകയാണ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം സ്വാദിഷ്ടമായ ഒരു ഹറാമും കലരാത്ത ഒരു ഭക്ഷണം ഷെയ്ഖ് അവറുകൾ ഭക്ഷിച്ചു. 18-ാം വയസ്സിൽ ബഗ്ദാദിലെത്തി. 33 വർഷക്കാലം, 51 വയസ്സ് വരെ ബഗ്ദാദിൽ അറിവന്വേഷണത്തിന് വേണ്ടി ജീവിച്ചു. അങ്ങനെ കാലങ്ങൾ നീണ്ട 33 വർഷക്കാലത്തെ നീണ്ട അറിവന്വേഷണം. അതിനിടക്ക് ഈ ഹറാമുകളെ ത്യജിക്കുന്നതിന് വേണ്ടി ഹലാലുകളും നന്മയുള്ള ത്വയ്യിബാത്തുകളുമായ ഭക്ഷണങ്ങൾ മാത്രം ശേഖരിക്കുന്നതിന് വേണ്ടി ധാരാളം ദുർഘടമായ വഴികൾ താണ്ടേണ്ടി വന്നു. വളരെയധികം പ്രയാസം സഹിക്കേണ്ടി വന്നു. ചില ദിവസങ്ങളിൽ, ചില മാസങ്ങൾ തന്നെ ഭക്ഷണമൊന്നുമില്ലാതെ വെറും വെള്ളം മാത്രമായിട്ട് ജീവിക്കേണ്ടി വന്നു. ചിലപ്പോൾ വെള്ളം പോലും ഹറാം കലരുന്നുണ്ടോ എന്ന് സംശയിച്ച് ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയുള്ള സൂക്ഷ്മമായ ദിവസങ്ങൾക്കൊടുവിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന വലിയ മഹത്വമുള്ള സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തുന്നത്. വെറുതെ ഒരു ദിവസം എവിടെയെങ്കിലും പോയിരുന്ന് കാട്ടിലിരുന്ന് കുതിര ചാടി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കാട്ടിലിരിക്കുമ്പോൾ വെളിപാടുണ്ടായി എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഷെയ്ഖല്ല മഹാനവറുകൾ. ചില ആളുകളുണ്ട്, ഇബാദത്തൊക്കെ മാധുര്യം കിട്ടി, ഇബാദത്തിൻ്റെ യഖീനൊക്കെ വന്നു, ഇനി ഞാൻ ഇബാദത്ത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് പാറപ്പുറത്തും പലകയിലും വെള്ളത്തിനടിയിലും മുകളിലുമൊക്കെയായി തപസ്സിരിക്കുന്ന ആളുകൾ. ഒരിക്കലും അള്ളാഹുവിൻ്റെ ശരീഅത്ത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു അനുവാദം ആർക്കും തന്നിട്ടില്ല. ഫഅ്ബുദ് റബ്ബക്, നിൻ്റെ റബ്ബിനെ നീ ആരാധിക്കുക. ഹത്താ യഅ്തിയകൽ യഖീൻ, നിനക്ക് യഖീനായ മരണം മുന്നിൽ കാണുന്നത് വരെ, മരണം വരെ ആരാധിച്ചേ പറ്റൂ. അള്ളാഹു നമ്മെ നന്നാക്കി തെരുമാറാവട്ടെ.
നന്മയുടെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.